നമ്മൾ സർവീസ് സ്റ്റോറികൾ വീണ്ടും ആരംഭിക്കുകയാണ്. ഇപ്പോൾ എടുക്കുന്നൊരു വിഷയം ഓണത്തിന് എത്ര അലവൻസ് കിട്ടുമെന്നുള്ളതാണ്. 2025 4,500 രൂപ ബോണസ്. പക്ഷേ എല്ലാവർക്കും ബോണസ് ഇല്ല. ഒരു പർട്ടിക്കുലർ ശമ്പളത്തിന് സ്കെയിലിന് താഴോട്ടുള്ളവർക്ക് മാത്രമേ ബോണസ് കിട്ടൂ. ബാക്കിയുള്ളവർക്ക് അലവൻസ് കിട്ടുള്ളൂ. അത് 2,250 രൂപയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ അലവൻസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 20,000 രൂപ വീട്ടുവാടക കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട്. അപ്പോൾ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംവിധാനമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഈ വർഷം ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുകയെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. കാത്തിരുന്ന് കാണാം. അതായത് ഈ വർഷം എത്ര ശതമാനം DA കൊടുക്കും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അല്ല, എത്ര ശതമാനം ബോണസ് കൊടുക്കും എന്നുള്ളത്, എത്ര രൂപ ബോണസ് കൊടുക്കും എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ബോണസ് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 4,000 എന്നുള്ളത് ചിലപ്പോൾ കൂട്ടുമോ, അതോ 2,250 എന്നുള്ളത് ചിലപ്പോൾ കൂട്ടുമോ, 20,000 രൂപ ലോൺ പോലെ കൊടുക്കുന്നത്, വായ്പ പോലെ കൊടുക്കുന്നത്, ഓണം അഡ്വാൻസ് പോലെ കൊടുക്കുന്നത്, വായ്പയല്ല അഡ്വാൻസ് പോലെ കൊടുക്കുന്നത് കൂട്ടുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് പതുക്കെ അറിയാൻ പറ്റും. അടുത്ത ആഴ്ച ഓർഡർ ഇറങ്ങും. എന്തായാലും ജനുവരിയിലെ 2% DA ഇപ്പോൾ കൊടുക്കാൻ, ഓഗസ്റ്റിൽ ശമ്പളത്തോടുകൂടി കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴും മുൻകാല പ്രാബല്യം എവിടെ എന്നൊരു ചോദ്യം വളരെ കൃത്യമായുണ്ട്. കഴിഞ്ഞ ബാലഗോപാലൻ സാർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 8 പ്രാവശ്യമായിട്ട് DA കൊടുക്കാമെന്നും അത് 6 മാസത്തിലൊരിക്കൽ വെച്ച് കൊടുക്കുമ്പോൾ 4 വർഷം കൊണ്ട് കൊടുക്കാമെന്നും പിന്നെ 4 വർഷം കഴിഞ്ഞ് PF നിന്ന് എടുക്കാമെന്നൊക്കെ പറഞ്ഞൊരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ എന്ന് മുതലെന്നൊന്നും പറയാത്തത് കൊണ്ട് അത് കൊടുത്തു തുടങ്ങിയില്ല. അപ്പോൾ അതിൻ്റെ കഥകളും കിട്ടാനുണ്ട്. കേന്ദ്രത്തിൽ ഒരു 3% DA കൂടി കൂടുമ്പോൾ അവർക്ക് 60%ത്തിലേക്ക് DA പോകും. അപ്പോൾ ഇവിടെയും DA വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ DA വർദ്ധിക്കുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, DAക്ക് 60 കോടി രൂപ ആവശ്യമുണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 60 കോടി രൂപയുടെ വർധനവ്, അല്ലെങ്കിൽ 60 കോടി രൂപ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ DA ബാധ്യതയാണ് എന്ന് കണക്കാക്കിയിട്ടല്ല എങ്കിലും അത് കൊടുക്കും. പിന്നെ ബോണസ് കൊടുക്കും, അലവൻസ് കൊടുക്കും, അഡ്വാൻസ് കൊടുക്കും. ഇതെല്ലാം കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തായാലും വളരെ വലിയ ഒരു രീതി ഉണ്ടാവുന്നുണ്ട്. ശമ്പള പരിഷ്കരണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തർക്കം ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് ഇതുവരെ ഫൈനലായിട്ടില്ല. അത് ഫൈനലാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ഫൈനലായിട്ടില്ല. 3 EP ജോയിയെ വെച്ചുകൊണ്ടുള്ള 4 അംഗ കമ്മിറ്റിയാണ് അത് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ കമ്മിറ്റി ആൾമോസ്റ്റ് നിലച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്നാണ് ആ കമ്മിറ്റിയുടെ തുടർ പ്രവർത്തനം എന്നറിയില്ല. അപ്പോൾ അത് വന്നാൽ ഉടൻ തന്നെ എന്തായാലും കൊടുക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഓണത്തിന് 2% DA കിട്ടും. കേന്ദ്രത്തിൻ്റെ ആളുകൾക്ക് അവരുടെ DA ജനുവരിയിലുള്ളത് കൊടുക്കും. പിന്നെ ഇനി ജൂലൈ ഇപ്പോൾ ആയി, വീണ്ടും അടുത്ത DA പ്രഖ്യാപിക്കാൻ സമയമായി. ജൂലൈയിലെ DA എന്ന് പ്രഖ്യാപിക്കുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ DAയുടെ കുടിശ്ശിക കൊടുക്കുന്നതിനുള്ള ഒരു പാക്കേജ് ഗവൺമെൻറ് തയ്യാറാക്കുന്നുവെന്നും അറിയുന്നു. എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതിനകത്ത് കാരണം ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് ധനകാര്യ വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ളത് കൊണ്ട് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാണ്. പക്ഷേ അത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫൈനൽ വരുന്നതെന്ന് നമുക്കിതുവരെ ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല.